ഇവൻ റൂമിലേക്ക് വന്ന സമയത്ത് ഭാര്യയെ ഒരു മുതലയുടെ വായിലിരിക്കുന്നതാണ് കണ്ടത്. ഈ കാഴ്ച കണ്ട് അവന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഭാര്യയുടെ തല ആ മുതലയുടെ വായിൽ തന്നെ ഇരിക്കുകയാണ്. അവന് മനസ്സിൽ പേടിയുണ്ടെങ്കിലും അവൻ ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവളെ ഉണർത്താൻ ശ്രമിക്കുന്നു. അവൾക്ക് ശരിക്കും അനക്കമുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ മനുഷ്യൻ ഭാര്യയെ പതിയെ ആ മുതലയുടെ വായിൽ നിന്ന് പുറത്തേക്കിടാൻ നോക്കുകയാണ്. അങ്ങനെ പുറത്തെത്തിച്ചപ്പോൾ അവൾക്ക് ചെറുതായി ബോധമുണ്ടെന്ന് മനസ്സിലായി. ശരിക്കും ഈ ഭാര്യയ്ക്ക് ഭ്രാന്താണ്. ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇവൾ മരിച്ചതുപോലെ പല വിധത്തിൽ അഭിനയിച്ച് കിടക്കും. റൂമിൽ വരുന്ന സമയത്ത് അമ്പ് കൊണ്ട് വീണതുപോലെ കിടക്കും. വേറൊരു ദിവസം ഒരു പട്ടാളക്കാരുടെ വേഷമൊക്കെ ധരിച്ച് ആരോ അവളെ കൊന്നതുപോലെ കിടക്കും. ഒരു ദിവസം ഏലിയൻസ് വന്ന് അവളെ കൊന്നതുപോലെ കിടക്കുകയാണ്. വേറൊരു ദിവസമാകട്ടെ ഈജിപ്തിലെ പ്രിൻസസ് ആയിട്ട് അവന്റെ മുന്നിൽ വരുന്നു. ഭാര്യയുടെ ഈ പ്രവർത്തികൾ കണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഭാര്യയോട് അവൻ ചോദിക്കുകയാണ്. ശരിക്കും ആ പെൺകുട്ടി ഒരു കഥ പറയുന്നു. അവളുടെ അമ്മ കുഞ്ഞിലെ മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പൂച്ചയെ പോലെ വേഷം കെട്ടി അവളുടെ അച്ഛനെ സന്തോഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ വളർന്നു വന്നപ്പോഴും അവൾ പല പല വേഷങ്ങൾ കെട്ടിക്കൊണ്ടേയിരിക്കുന്നു.